നല്ലതായിരുന്നു. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. മാങ്ങാനം തുരുത്തേപ്പാലത്തിന്റെ അവിടെ എന്റെ കൺമുൻപിൽ ഇപ്പം നടന്ന ഒരു അപകടത്തിന്റെ ദൃശ്യമാണ് നിങ്ങളെ കണ്ടത്. അവിടെ തുരുത്തേപ്പാലത്തിന്റെ സൈഡിലൊക്കെ ഒരുപാട് ബജിക്കടകളൊക്കെ ഉണ്ട്. അവിടുന്ന് പാഴ്സലൊക്കെ മേടിച്ച് റോഡിലോട്ട് ഇറങ്ങുകയും ഒരു കാറ് വന്നവരെ ഇടിച്ച് തെറിപ്പിക്കരുത്. ഒരു പ്രായമുള്ള സ്ത്രീയാണ്. അപ്പം ആ കാറിൽ തന്നെ അവിടെ കൂടിയ ആൾക്കാരെല്ലാം കൂടെ അവരെ ആ കാറ് ഡ്രൈവ് ചെയ്ത ആളൊരു പ്രായമുള്ള ഒരാളാണ്. പുള്ളിയുടെ വൈഫും കൂടെ ഉണ്ടായിരുന്നു. ആ കാറിൽ തന്നെ ഇതാണ് കാറ്. ഈ കാറിൽ തന്നെ അവരെ കയറ്റി മന്നര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി വിവരങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്കും അത്യാവശ്യമായിട്ട് പോരേണ്ടതുണ്ടായിരുന്നു. ഞാൻ ചേർത്തല വരെ പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ അപകടം കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. ഒരുപാട് ഇതുപോലത്തെ വഴിയോര കച്ചവടക്കാരൊക്കെ ഇങ്ങനെ വഴി സൈഡിലൊക്കെ കച്ചവടം ചെയ്യുമ്പോഴത്തേന് നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി പറയുന്നല്ല. ഒരുപാട് അപകടങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. കാരണം വരുന്ന യാത്രക്കാരെ അവിടെ നിർത്തി ഒന്ന് ഇറങ്ങിച്ചെന്ന് സാധനം മേടിക്കാനോ വണ്ടി ഒതുക്കിയിട്ടിട്ട് സാധനം മേടിക്കാനോ ഒന്നും ആരും ശ്രമിക്കുന്നില്ല. എല്ലാവരും വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ സാധനം മേടിക്കാനൊക്കെ പെട്ടെന്ന് ചവിട്ടി നിർത്തുമ്പം തൊട്ട് പുറകെ വരുന്ന യാത്രക്കാരാണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് വെട്ടത്തോലയിൽ ഒരു പലചരക്കടയുടെ ഒരു സുഹൃത്താണ് രതീഷ്. അദ്ദേഹം പുതുപ്പള്ളി നിന്നിട്ട് വന്നപ്പോഴത്തേന് ബസ് സ്റ്റാൻഡിന്റെ അവിടുത്തെ കച്ചവടക്കാർ അവിടെ ഒരു കാറ് വന്ന് പെട്ടെന്ന് പുള്ളി സ്കൂട്ടറിലായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് ചവിട്ടി നിർത്തിയപ്പോഴത്തേനും വണ്ടി തട്ടുകയും ചെയ്തു, മറിഞ്ഞു വീഴുകയും ചെയ്തു. അദ്ദേഹത്തിന് കാലിനൊക്കെ പരിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇതുമൂലം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ വഴിയോര കച്ചവടം അവരുടെ നിന്ന് ബജിക്ക് കടയിൽ നിന്നൊക്കെ നിങ്ങളെ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് മാറി നിന്നൊക്കെ കഴിക്കുക. റോഡിൽ കൂടെ തെരുതര വാഹനങ്ങൾ ഓടി വരുന്നത് വഴിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ കടയിലേക്ക് ഓടി ചെല്ലുകയും കടയിൽ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. അവരുടെ ആ പാഴ്സൽ മേടിച്ച സാധനങ്ങളും എല്ലാം അവിടെ ചെതറിക്കിടക്കുന്നുണ്ടപ്പോൾ വളരെയേറെ പ്രയാസം തോന്നി. അവരെ ഹോസ്പിറ്റൽ മന്ദിരത്തിലോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ബാക്കി വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. കേൾവിയുടെ രംഗത്ത് കേൾവിക്കുറവുള്ളവർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി ജസ്റ്റ് ഹിയറിംഗ് എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനമായിട്ട് എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരാളാണ്. ഈ രംഗത്ത് കർണാടകത്തിലെ ഏതാണ്ട് 10 വർഷക്കാലത്തെ പ്രവർത്തനത്തിന് ശേഷം പുതുപ്പള്ളിയിൽ 2 വർഷക്കാലമായി ജസ്റ്റ് ഹിയറിംഗിന്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. കേൾവി ശക്തി കുറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കേൾവിയുമായി ബന്ധപ്പെട്ട അവസ്ഥകൾക്കൊക്കെ തന്നെ പരിഹാരം ഉണ്ടാക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും ആവശ്യമായിട്ടുള്ള സഹായം നൽകാനും ഒക്കെ തന്നെ ഈ സ്ഥാപനത്തിലൂടെ കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഈ രംഗത്ത് മാസ്റ്റർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിയിൽ ദീർഘകാലത്തെ പരിചയസമ്പത്തും അതോടൊപ്പം തന്നെയുള്ള പഠനവും നടത്തിയിട്ടുള്ള ഒരു മികച്ച വ്യക്തി എന്ന നിലയിൽ കേൾവിശക്തി കുറഞ്ഞു വരുന്ന ഒട്ടേറെ ആളുകൾക്ക് പല കാരണങ്ങളുകൊണ്ടും കേൾവിശക്തി കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ജസ്റ്റ് ഹിയറിംഗിന്റെ ഈ യാത്ര ഇനിയും അപങ്കരം മുമ്പോട്ട് പോകട്ടെ. ഈ സ്ഥാപനം 10 വർഷമായി രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അതിനുശേഷം പുതുപ്പള്ളിയിൽ ആരംഭിച്ച് 2 വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ ഈ സ്ഥാപനത്തിന് വ്യക്തിപരമായി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നിങ്ങൾ പുറത്തു കാണും എന്നുള്ളത് കൊണ്ട് ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്ന ഒരാളാണോ? എങ്കിൽ നേരെ ജസ്റ്റ് ഹിയറിംഗിലേക്ക് പോരും. വി ക്യാൻ ഹെൽപ്പ് യു. ഇൻവിസിബിൾ ഹിയറിംഗ് എയ്ഡ്സ് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ സൈസിന് വേണ്ടി നിങ്ങളുടെ പ്രോബ്ലത്തിനനുസരിച്ച് മേക്ക് ചെയ്യാവുന്നതാണ്. ഹായ്, ഐ എം രമ്യ രവി, ചീഫ് ഓഡിയോളജിസ്റ്റ് അറ്റ് ജസ്റ്റ് ഹിയറിംഗ്, ദ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ ഇൻ പുതുപ്പള്ളി, കോട്ടയം.